2024 എങ്ങനെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാം? നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഫസ്റ്റ് നമ്മൾ മോണിറ്റൈസേഷൻ പേജാണ് എടുക്കേണ്ടത്. അവിടെ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചിങ് അവേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് 365 ദിവസത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഓണായി വന്നിട്ടുണ്ടാവും. അവിടെയാണ് ഫസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലൈ ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ചാനൽ വന്നിരിക്കുന്നത് പുതിയൊരു ഫീച്ചറിലേക്കാണ്. ആ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യണം. ഒന്നെങ്കിൽ വീഡിയോ വെരിഫിക്കേഷൻ, അല്ലെങ്കിൽ ID വെരിഫിക്കേഷൻ, അങ്ങനെ അല്ലെങ്കിൽ ഫോൺ വെരിഫിക്കേഷൻ, അങ്ങനത്തെ വെരിഫിക്കേഷനാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഫോൺ നമ്പറിലേക്ക് OTP കാര്യങ്ങൾ വരും. നമ്മുടെ കസ്റ്റമറിൻ്റെ അടുത്ത് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ആ ഫോൺ നമ്പർ ചോദിച്ചു. ആ ഫോൺ നമ്പർ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP പോകും. ആ OTP ഫോൺ വെരിഫിക്കേഷനിൽ ആ OTP നമ്മൾ കോപ്പി ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യണം. എല്ലാവർക്കും ഈ സ്റ്റെപ്പ് വരണം എന്നില്ല. ചിലവർക്ക് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാത്തവരാണെങ്കിൽ മാത്രമാണ് ഈ സ്റ്റെപ്പ് ചോദിക്കുക. അങ്ങനെ ഈ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമുക്ക്, അതായത് OTP കിട്ടി, നമുക്കിപ്പോൾ OTP അതിലേക്ക് ആഡ് ചെയ്യാം. സബ്മിറ്റ് കൊടുക്കാം. ഇപ്പോൾ സക്സസ് ആയിട്ട് ഫോൺ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഡോളർ സിമ്പൽ മോണിറ്റൈസേഷൻ പേജിൽ വീണ്ടും നമ്മൾ പോവുക. അവിടെ നമ്മൾ അപ്ലൈ നൗ കൊടുക്കുക. ഇപ്പം നമുക്കതിൻ്റെ ഓപ്ഷൻ ഓപ്പണായി വരും. ഫസ്റ്റ് സെക്ഷൻ റിവ്യൂ ബേസ്ഡ് ടേംസ്, യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അത് നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി അക്സെപ്റ്റ് എന്ന് പറയുന്ന അവിടെ ഓപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്റ്റെപ്പിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ യൂട്യൂബിൻ്റെ പോളിസികളെല്ലാം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ പോകുമ്പോൾ എനിക്കൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഐ ഹാവ് ടു ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഏത് മെയിൽ ID വെച്ചിട്ടാണോ നമ്മളിത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ആ മെയിൽ IDയിൽ ക്ലിക്ക് ചെയ്യുക. ആ മെയിൽ ID അതിൽ ഓപ്പൺ അല്ലെങ്കിൽ അതിൻ്റെ മെയിൽ ID പാസ്വേഡൊക്കെ കൊടുക്കുക. പിന്നെ കൺട്രി സെലക്ട് ചെയ്യുക. നമുക്ക് കൺട്രി സെലക്ട് ചെയ്യേണ്ടത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ കൺട്രി സെലക്ട് ചെയ്യുക. അത് ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തു. ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തു. ക്യാപ്ച ഒന്ന് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കസ്റ്റമർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകണം. അപ്പോൾ നമുക്കിവിടെ കസ്റ്റമറിൻ്റെ ആധാർ കാർഡിലുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പം മറ്റൊരു കസ്റ്റമറിൻ്റെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ കസ്റ്റമറിനോട് ചോദിച്ചു. അപ്പോൾ അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ അയച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളതാണ് ഇവിടെ കൊടുക്കുന്നത്. വേറൊന്നുമില്ല. നമുക്കതിൻ്റെ റെസിഡൻഷ്യൽ അഡ്രസ്സ്, പെർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ്, ടൗൺ, സിറ്റി, പിൻകോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ജലീൽ NP എന്നാണ് നെയിം. അതേപോലെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊടുക്കണം. കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ചെയ്ത് പോയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ യൂട്യൂബിലേക്ക് ആ സെക്ഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ് കിടക്കുക. അതൊരു 6 മണിക്കൂർ 7 മണിക്കൂറിനുള്ളിൽ തന്നെ ആഡ്സെൻസ് അക്കൗണ്ട് ഓണായി വരും. അപ്പോൾ അത് ഓണായി കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. തേർഡ് സ്റ്റെപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി റിവ്യൂവിലേക്ക് പോയി. സ്റ്റെപ്പ് നോർമലി 1-2 ദിവസമൊക്കെ എടുക്കും തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആണ്. അതിലാണ് നമ്മുടെ യൂട്യൂബിൻ്റെ റിവ്യൂ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതിപ്പോൾ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഈ TMK ടുഡേയ്സ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ സക്സസ് ആയിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മെയിലും വരും. അതേപോലെ യൂട്യൂബിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. യു ആർ നൗ എ യൂട്യൂബ് പാർട്ട്ണർ എന്നാണ് വന്നിരിക്കുന്നത്.